ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തിനെതിരെ ആദ്യത്തെ ബോംബെറിഞ്ഞുകൊണ്ട് ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ സായുധ വിപ്ലവമാർഗത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് തിരിച്ചുവിട്ട ധീര വിപ്ലവകാരിയാണ് ഖുദിറാം ബോസ്. കയ്യിൽ ഭഗവത്ഗീതയും ചുണ്ടിൽ വന്ദേമാതരവുമായി ബ്രിട്ടീഷ് കോടതി വിധിച്ച കൊലക്കയറിനെ സ്വയം വാരിപ്പുണർന്ന ഖുദിറാം ബോസിൻ്റെ അനശ്വര ജീവിതം ദേശാഭിമാനികളുടെ ഹൃദയത്തിൽ ആത്മത്യാഗത്തിൻ്റെ മഹത്തായ ഉദാഹരണമായി ഇന്നും നിലനിൽക്കുന്നു. 1889 ഡിസംബർ 3 മിഡ്നാപുരിയിലെ ത്രൈലോക്യാനന്ദ ബോസിൻ്റെ മകനായി ജനിച്ച ഖുദിറാം ബോസിന് നന്നേ ചെറുപ്പത്തിൽ തന്നെ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടു. സഹോദരിയുടെ സംരക്ഷണത്തിൽ വളർന്നുവന്ന ഊർജ്ജസ്വലനായ ആ ബാലന് പഠിത്തത്തേക്കാൾ താൽപ്പര്യം അടിമത്തത്തിൽ നിന്ന് ഭാരതമാതാവിനെ എങ്ങനെ മോചിപ്പിക്കാം എന്നതിലായിരുന്നു. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പഠിക്കുമ്പോഴും മാതൃഭൂമിയുടെ മോചനത്തെക്കുറിച്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അടിമത്തമെന്ന മനോരോഗത്തെ മാറ്റുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ കഠിന വ്രതം അനുഷ്ഠിക്കാൻ പോലും കൊച്ചു ഖുദിറാം ബോസ് തയ്യാറായി. ഭാരത് മാതാ കി ജയ് വിളികളും വന്ദേമാതര ഗാനവും ഖുദിറാമിനെ ആവേശത്താൽ കോരിത്തരിപ്പിച്ചു. വന്ദേമാതരത്തിൻ്റെ അത്ഭുത പ്രതിഭാസം ഖുദിറാമിൻ്റെ ഹൃദയത്തിൽ ആഞ്ഞു തറയ്ക്കാൻ തുടങ്ങി. വിദേശ ഭരണത്തിനെതിരെ ദേശസ്നേഹികളായ സന്യാസിമാർ നടത്തിയ സമരത്തെ ചിത്രീകരിച്ചുകൊണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം നോവലും അതിലെ വന്ദേമാതര ഗാനവും ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാഹള ധ്വനികളായി മാറി. ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ച കണ്ട് ഭീതി പൂണ്ട വൈദേശിക വൃന്ദം സ്വാതന്ത്ര്യ സമരത്തെ തകർക്കുന്നതിന് വേണ്ടി സമരത്തിൻ്റെ ഈറ്റില്ലമായ ബംഗാളിനെ വിഭജിക്കാൻ തയ്യാറായി. എന്നാൽ വിഭജനത്തിനെതിരെ പ്രതികാരത്തിൻ്റെ തീജ്വാലകൾ ഭാരതത്തിലാകമാനം ആളിപ്പടരാൻ തുടങ്ങി. സമരങ്ങളും സത്യാഗ്രഹങ്ങളും കൊണ്ട് ഭാരതമാകമാനം ഒരു രണാങ്കമായി മാറി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പടഹധ്വനികൾ ഉയരാൻ തുടങ്ങിയതോടെ ഔപചാരിക വിദ്യാഭ്യാസം വലിച്ചെറിഞ്ഞുകൊണ്ട് ഭാരത മാതാവിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായി ഖുദിറാം വിപ്ലവ പ്രവർത്തനങ്ങളിലേക്ക് എടുത്തു ചാടി. തോക്കുകളും കഠാരകളും മറ്റായുധങ്ങളും ഉപയോഗിച്ച് പരിശീലനങ്ങൾ ആരംഭിച്ചു. ആയുധമെടുത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ ഒരു സൈനിക നിര കെട്ടിപ്പടുക്കുന്നതിനും ജനഹൃദയങ്ങളിൽ മാതൃഭൂമിയുടെ പ്രതിബിംബം പ്രതിഷ്ഠിക്കുന്നതിനും വേണ്ടി വന്ദേമാതരത്തിൻ്റെ പ്രചാരണം ഖുദിറാം ബോസ് സ്വയം ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടരായ വിപ്ലവ നേതാക്കൾ വന്ദേമാതരത്തിൻ്റെ മഹനീയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന ചുമതലയും ഖുദിറാമിനെ ഏൽപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച് അഭിമാനം വളർത്തുന്നതിനും ഭരണവൈകല്യങ്ങൾ മറച്ചുവെക്കുന്നതിനുമായി 1906 ഫെബ്രുവരിയിൽ കൽക്കത്തയിലെ മിഡ്നാപൂരിൽ നടത്തിയ പ്രദർശനത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കൊള്ളരുതായ്മകൾ വിവരിച്ചുകൊണ്ടും വന്ദേമാതരത്തിൻ്റെ മഹനീയ സന്ദേശത്തെ പ്രകീർത്തിച്ചുകൊണ്ടും ആയിരക്കണക്കിന് ലഘുലേഖകൾ ഖുദിറാം ബോസ് വിതരണം ചെയ്തു. വിദേശ ഭരണ പരിഷ്കരണവും സ്വദേശി പ്രസ്ഥാനങ്ങളും വ്യാപകമാകാൻ തുടങ്ങിയതോടെ ഈ ബഹുജന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഗവൺമെൻറ്റും തയ്യാറായി. സ്വാതന്ത്ര്യത്തിൻ്റെ കാഹളധ്വനിയായി മാറിയ വന്ദേമാതര പത്രത്തെ നിരോധിക്കുകയും പ്രവർത്തകരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 1907 വന്ദേമാതരത്തിനെതിരായ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതിക്ക് മുമ്പിൽ തിങ്ങിക്കൂടിയ ആയിരക്കണക്കിന് ജനങ്ങൾ വന്ദേമാതരം മുഴക്കുന്നത് കേട്ട് കോപാകുലരായ പോലീസുകാർ മാരകമായ ലാത്തിപ്രയോഗം ആരംഭിച്ചു. നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ നടന്ന ഇത്തരം മൃഗീയമായ ആക്രമണങ്ങൾ സഹിക്കവയ്യാതെ ഖുദിറാം ബോസ് പ്രതിഷേധിക്കുകയും തൻ്റെ നേരെ വന്ന പോലീസുകാരനെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നതിന് ചേർന്ന വമ്പിച്ച പൊതുയോഗത്തിൽ സുരേന്ദ്രനാഥ ബാനർജി പോലുള്ള ഉന്നത നേതാക്കൾ പോലും പങ്കെടുക്കുകയുണ്ടായി. സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടതോടെ ഇതിനെ അമർച്ച ചെയ്യാൻ കൂടുതൽ ക്രൂരരായ ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെൻറ് നിയോഗിച്ചു. കൽക്കത്ത പ്രസിഡൻസിയിലെ മജിസ്ട്രേറ്റായ കിങ്സ്ഫോർഡിൻ്റെ ക്രൂരതകൾ വർദ്ധിച്ചു വന്നതോടെ അദ്ദേഹത്തെ വകവരുത്താൻ വിപ്ലവകാരികൾ തീരുമാനിച്ചു. എന്നാൽ ഈ തീരുമാനം മണത്തറിഞ്ഞ ഗവൺമെൻറ് കിങ്സ്ഫോർഡിനെ മുസാഫർപൂരിലേക്ക് സ്ഥലം മാറ്റിയെങ്കിലും അവിടെയും അദ്ദേഹത്തിന് രക്ഷ കിട്ടിയില്ല. 1908 ഏപ്രിൽ മാസത്തിൽ അരവിന്ദ ഘോഷിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന വിപ്ലവകാരികളുടെ രഹസ്യയോഗം കിങ്സ്ഫോർഡിനെ കൊല ചെയ്യേണ്ട ചുമതല ഖുദിറാമിനെയും പ്രഫുല്ല ചാക്കിയെയും ഏൽപ്പിച്ചു. തങ്ങളെ ഏൽപ്പിച്ച കൃത്യം ഒരു മഹാഭാഗ്യമായി കരുതിയ ഇവർ സ്വന്തം കൈവിരൽ മുറിച്ച് സ്നേഹിതന്മാർ ചാർത്തിയ രക്തത്തിലകവും അണിഞ്ഞ് കൈത്തോക്കുകളും ബോംബുകളുമായി മുസാഫർപൂരിലേക്ക് തിരിച്ചു. കിങ്സ്ഫോർഡിൻ്റെ ഗതിവിഗതികൾ സസൂക്ഷ്മം വീക്ഷിച്ചറിഞ്ഞ ഇവർ 1908 ഏപ്രിൽ 30 വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞു.
കിങ്സ്ഫോർഡ് രക്ഷപ്പെട്ടെങ്കിലും 2 നിരപരാധികൾ മരണമടഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ആദ്യത്തെ ഈ ബോംബ് സ്ഫോടനം ഭാരതത്തിലാകമാനമുള്ള വിപ്ലവകാരികളെ ആവേശഭരിതരാക്കി. മുസാഫർപൂരിൽ നിന്നും രക്ഷപ്പെട്ട ഖുദിറാം ബോസിനെ കുറച്ചകലെയുള്ള വെജിനി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ധീരനായ ഈ വിപ്ലവകാരിയെ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ തിങ്ങിക്കൂടിയ ആയിരക്കണക്കിന് ജനങ്ങളെ തേജസ്വിയായ ഒരു യുവയോഗിയെപ്പോലെ അദ്ദേഹം അഭിവാദ്യം ചെയ്തു. മുസാഫർപൂരിലെ ജയിലിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, ഈ കേസിൽ എന്നെ മോചിപ്പിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നത് കിങ്സ്ഫോർഡിൻ്റെ കഥ കഴിക്കുകയായിരിക്കും എന്ന ഖുദിറാമിൻ്റെ ധീരമായ പ്രഖ്യാപനം കേട്ട് ജഡ്ജി പോലും അത്ഭുതപ്പെട്ടുപോയി. അവസാന ആഗ്രഹം ചോദിച്ചപ്പോൾ ജനിച്ച നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഭിമാനത്തോടെ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. 1908 ഓഗസ്റ്റ് 11 പുലർച്ചെ മുസാഫർപൂരിലെ കൊലമരത്തിനടുത്തെത്തിയ ഖുദിറാം ഭൂമിദേവിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വന്ദേമാതരവും പാടി കൊലക്കയറിനെ സ്വീകരിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന് ഭാവിയിൽ നേരിടേണ്ട അതിഭീകരമായ ഒരു കൊടുങ്കാറ്റിൻ്റെ ബീജമാണ് ഖുദിറാം വിധിച്ചത്. ആ ധീരദേശാഭിമാനിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ ഓരോ പിടി ചിതാഭസ്മവുമായാണ് വീട്ടിലേക്ക് മടങ്ങിയത്.